ടോപ്പ് ട്യൂഷൻ്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 വെൽത്ത് ആൻഡ് ദ വേൾഡിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി അറ്റ്ലാന്റിക് ഐലൻഡ്സ് ഫോർ ദ പോർച്ചുഗീസ്? പോർച്ചുഗീസുകാർക്ക് അറ്റ്ലാന്റിക് ഐലൻഡ്സിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു? അറ്റ്ലാന്റിക് ഐലൻഡ്സ് എന്ന് പറയുന്നത് പോർച്ചുഗൽസിന്റെ എക്സ്പ്ലോറേഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ ഐലൻഡ് വന്നിട്ട് ആഫ്രിക്കയുടെ വെസ്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ബേസ് ആണ് ഈ കോണ്ടിനെന്റ് വരുന്നത്. ഇപ്പോൾ പോർച്ചുഗീസ് വന്നിട്ട് ഈ ഐലൻഡ്സ് ക്രോപ്സ് ഒക്കെ ഗ്രോ ചെയ്യാൻ യൂസ് ചെയ്തിരുന്നു. അതുമാത്രമല്ല ഫ്രഷ് വാട്ടറും അതുപോലെ ഫുഡൊക്കെ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയായിരുന്നു അവരുടെ ഷിപ്പ് സ്റ്റോപ്പ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഐലൻഡ്സ് വന്നിട്ട് ഏഷ്യയിലോട്ടുള്ള ലോങ്ങർ വോയേജൻസിന്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണും കൂടിയായിരുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദ അറ്റ്ലാന്റിക് ഐലൻഡ്സ് ലൈക്ക് മെഡീറ ആൻഡ് ദ കേപ്പ് വെർത്ത് were very important for Portugal's explorations. They were located to the west of Africa and served as perfect bases for their operations on the continent. The Portuguese used these islands to grow crops, making them important agricultural centers. They also served as strategic ports where ships could stop to restock food and fresh water. These islands acted as stepping stones for the longer voyages to Asia. Question: who was Prince Henry of Portugal and what was his contribution to exploration? പോർച്ചുഗലിലുള്ള പ്രിൻസ് ഹെൻറി ആരായിരുന്നു? എക്സ്പ്ലോറേഷനിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? പ്രിൻസ് ഹെൻറി വന്നിട്ട് പോർച്ചുഗലിലുള്ള ഒരു പ്രിൻസ് ആണ്. ഇദ്ദേഹത്തെ ഹെൻറി ദ നാവിഗേറ്റർ എന്ന പേരിലും കൂടി അറിയപ്പെട്ടിരുന്നു. ഇദ്ദേഹം 1419 പോർച്ചുഗലിലുള്ള സെഗ്രസിൽ ഒരു സ്പെഷ്യൽ സ്കൂള് നാവിഗേഷന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. ഈ സ്കൂളിനകത്ത് സെയിലേഴ്സിന് സീ ഫെയറിംഗ് സ്കിൽസും അതുപോലെ തന്നെ മാപ്പ് മേക്കിംഗ് സ്കിൽസ് ഒക്കെയാണ് ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ വന്നിട്ട് അറ്റ്ലാന്റിക് ഐലൻഡ്സും അതുപോലെ ആഫ്രിക്കൻ കോസ്റ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ പോർച്ചുഗൽ സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. പ്രിൻസ് ഹെൻറി, ഓഫൻ കോൾഡ് ഹെൻറി ദ നേവിഗേറ്റർ, വാസ് എ കീ ഫിഗർ ഇൻ ദ ഏജ് ഓഫ് എക്സ്പ്ലോറേഷൻ. He was a prince of Portugal who strongly encouraged and sponsored maritime voyages. In 1419, he established a special school for navigation in Sagres, Portugal. This school trained sailors in seafaring skills and map making, that is cartography. Under his leadership, Portugal made significant progress in exploring the African coast and the Atlantic islands. Question: what was the agrarian revolution in England? ഇംഗ്ലണ്ടിലെ agrarian revolution എന്തായിരുന്നു? അഗ്രേറിയൻ റെവല്യൂഷൻ എന്നത് 17th സെഞ്ചുറിയിൽ ഇംഗ്ലണ്ടിന്റെ അഗ്രികൾച്ചർ സെക്ടറിൽ നടന്ന വലിയൊരു മാറ്റങ്ങളായിരുന്നു. ചെറുതും സ്കാറ്റേർഡുമായിട്ടുള്ള ഫാംസ് എല്ലാം കൂടിച്ചേർത്ത് വലിയൊരു ഫെൻസ്ഡ് ഓഫ് ഫീൽഡ് ആക്കി ഇവരെ മാറ്റി. ഇതിനെ എൻക്ലോഷർ മൂവ്മെന്റ് എന്നാണ് വിളിച്ചിരുന്നത്. അതായത് പുതിയ ഫാമിംഗ് ടെക്നിക്സ് ആയിട്ടുള്ള ക്രോപ്പ് റൊട്ടേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്തു. ഫാമേഴ്സ് പുതിയതും അതുപോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ടൂൾസ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു മാറ്റങ്ങൾ ഫുഡ് പ്രൊഡക്ഷനിൽ വലിയ ഇൻക്രീസ് തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സമയത്ത് പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഫീഡ് ചെയ്യാൻ ഇത് വളരെയധികം അവരെ സഹായിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The agrarian revolution refers to major changes in England's agriculture sector in the 17th century. Small scattered farms were consolidated into large fenced-off fields in what was called the enclosure movement. New farming techniques like crop rotation were introduced to improve soil fertility. Farmers also started using new and more efficient agricultural tools. These changes led to a significant increase in food production, which was needed to feed the growing population during the Industrial Revolution. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: what is the difference between industrial capitalism and merchant capitalism? ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസവും മെർച്ചന്റ് ക്യാപിറ്റലിസവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മെർച്ചന്റ് ക്യാപിറ്റലിസത്തിൽ മെർച്ചൻസ് ആണ് ട്രേഡ് കൺട്രോൾ ചെയ്തിരുന്നത്. അവർ റോ മെറ്റീരിയൽസ് ആർട്ടിസൻസിന് കൊടുത്തിട്ട് ആർട്ടിസൻസ് വന്നിട്ട് അവരുടെ വീടുകളിൽ ഇരുന്ന് വർക്ക് ചെയ്യും. എന്നിട്ട് അവരുടെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് വന്നിട്ട് നമ്മുടെ മെർച്ചൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ മെർച്ചൻ്റ് അത് പ്രോഫിറ്റിൽ വിൽക്കുകയും അതിൻ്റെ പ്രോഫിറ്റ് അവർ എടുക്കുകയും ചെയ്യുന്നു. അതുപോലെ ആർട്ടിസൻസിന് അവരുടെ ലേബർ കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിൽ വന്നിട്ട് ക്യാപിറ്റലിസ്റ്റ് തന്നെയാണ് ഫാക്ടറീസും അതുപോലെ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അവർ വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്തിട്ട് ഫാക്ടറീസിൽ ലാർജ് സ്കെയിലായിരിക്കും ഗുഡ്സ് ഉണ്ടാക്കുന്നത്.
ഇത് ട്രേഡിൽ നിന്നും ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തു. ക്യാപിറ്റലിസ്റ്റ് വന്നിട്ട് പ്രോഫിറ്റ് കിട്ടിയത് കംപ്ലീറ്റും പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. In merchant capitalism, merchants controlled trade by supplying raw materials to artisans working at home. The focus was on trade and profit from selling finished goods made by others. In industrial capitalism, the capitalists themselves owned the means of production like the factories and the machines. They employed workers in these factories to produce goods on a large scale. The focus shifted from trade to industrial manufacturing, with the capitalists making profits by owning the entire production process. Question: What was the Berlin-Baghdad railway line project? Berlin-Baghdad railway line project എന്തായിരുന്നു? ബെർലിൻ-ബാഗ്ദാദ് റെയിൽവേ ലൈൻ പ്രൊജക്ട് ജർമ്മനി ഏർലി 20th സെഞ്ചുറിയിൽ പ്ലാൻ ചെയ്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ ജർമ്മനി ബെർലിനിൽ നിന്നും ഒട്ടോമൻ എംപയറിലുള്ള ബാഗ്ദാദ് വരെ റെയിൽവേ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇത് ജർമ്മനിക്ക് മിഡിൽ ഈസ്റ്റിൽ ഇൻഫ്ലുവൻസ് വളർത്താനുള്ളൊരു പ്ലാനും കൂടിയായിരുന്നു. പക്ഷേ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ പോലെയുള്ള ഇമ്പീരിയൽ പവേഴ്സ് അവർക്ക് വന്നിട്ട് ഇതൊരു ത്രെട്ടായി തോന്നി. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Berlin-Baghdad Railway was a project planned by Germany in the early 20th century. Germany wanted to build a railway line that would connect Berlin to Baghdad in the Ottoman Empire. This was part of Germany's plan to increase its influence in the Middle East. This project alarmed other imperial powers like Britain, France, and Russia. They saw it as a threat to their own colonies and interests in the region, which increased international tensions. Question: Who were the architects of the Treaty of Versailles? Treaty of Versaillesന്റെ ആർക്കിടെക്ട്സ് ആരായിരുന്നു? ഇപ്പോൾ ട്രീറ്റി ഓഫ് വെർസൈലസ് മെയിൻലി വിക്ടോറിയസ് അലൈഡ് പവേഴ്സിന്റെ ലീഡേഴ്സ് ഷേപ്പ് ചെയ്തതായിരുന്നു. ഇവരിനെ നമ്മൾ ബിഗ് 3 എന്നായിരുന്നു വിളിച്ചിരുന്നത്. അവരായിരുന്നു ഡേവിഡ് ലോയിഡ് ജോർജ്, അതായത് ഗ്രേറ്റ് ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ. പിന്നെ ജോർജസ് ക്ലെമൻസെ, അത് വന്നിട്ട് ഫ്രാൻസിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. പിന്നെ വരുന്നത് വുഡ്രോ വിൽസൺ ആണ്, അദ്ദേഹം USA പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ ഡിഫറെൻറ്റ് ഗോൾസും കോംപ്രമൈസും കൊണ്ട് തന്നെ ജർമ്മനി ഹാർഷ് ടേംസ് ഇമ്പോസ് ചെയ്യേണ്ടി വന്നു. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The Treaty of Versailles was mainly shaped by the leaders of the victorious Allied powers. These leaders are often called the Big 3. They were David Lloyd George, the Prime Minister of Great Britain, Georges Clemenceau, the Prime Minister of France, and Woodrow Wilson, the President of the United States of America. Their different goals and compromises result in the final harsh terms imposed on Germany. Question: What were the black shirts and brown shirts? Black shirts and brown shirts ആരായിരുന്നു? ഇപ്പോൾ ബ്ലാക്ക് ഷർട്ടും ബ്രൗൺ ഷർട്ടും ഫാസിസവും നാസി പാർട്ടിയുടെയും പാരാമിലിറ്ററി വിങ്സ് ആയിരുന്നു. ബ്ലാക്ക് ഷർട്ട് വന്നിട്ട് ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനി ഓർഗനൈസ് ചെയ്ത ഒരു മിലിറ്ററി ആയിരുന്നു. അവർ വന്നിട്ട് വയലൻസും അതുപോലെ തന്നെ ഇൻറ്റിമിഡേഷനൊക്കെ യൂസ് ചെയ്തിട്ട് പൊളിറ്റിക്കൽ ഒപ്പോണൻസ് ആയിട്ടുള്ള സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റിനൊക്കെ എതിർത്തിരുന്നു. ബ്രൗൺ ഷർട്ട്സ് അല്ലെങ്കിൽ SA എന്ന് പറയുന്നത് ജർമ്മനിയിൽ നാസി പാർട്ടിയുടെ ഒറിജിനൽ പാരാമിലിറ്ററി ഗ്രൂപ്പായിരുന്നു. അവർ വന്നിട്ട് പൊളിറ്റിക്കൽ റിവൈൽസിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടും അതുപോലെ നാസി റാലീസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ട് അഡോൾഫ് ഹിറ്റ്ലറിനെ വീണ്ടും പവറിലോട്ട് റൈസ് ചെയ്യാൻ വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The black shirts and the brown shirts were the paramilitary wings of the fascist and Nazi parties. The black shirts were the militia organized by Benito Mussolini in Italy. They used violence and intimidation against political opponents like socialists and communists. The brown shirts, also known as the SA, were the original paramilitary group of the Nazi party in Germany. They played a key role in Adolf Hitler's rise to power by fighting political revivals and protecting Nazi rallies. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: What was the Munich Agreement of 1938? 1938ലുള്ള മുനീക് അഗ്രിമെന്റ് എന്തായിരുന്നു? മുനീക് അഗ്രിമെന്റ് വന്നിട്ട് 1938 ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലിൻ്റെ ഇടയിൽ സൈൻ ചെയ്ത ഒരു ട്രീറ്റി ആയിരുന്നു. ഹിറ്റ്ലർ വന്നിട്ട് സൂഡൻ ലാൻഡ്, അതായത് ചെക്കോസ്ലാവേക്കിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ റീജിയൻ ആയിരുന്നു ഇത്. ഇവിടെ വലിയ ജർമ്മൻ പോപ്പുലേഷൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റീജിയൻ വന്നിട്ട് ഡിമാൻഡ് ചെയ്തു.
അപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും അപ്പീസ്മെന്റ് പോളിസി ഫോളോ ചെയ്തിട്ട് വാർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടെറിട്ടറി ജർമ്മനിക്ക് തന്നെ കൊടുത്തു. അപ്പോൾ ചെക്കോസ്ലാവേക്കിയും അവരുടെ അലയായിട്ടുള്ള സോവിയറ്റ് യൂണിയനൊന്നും ഈ കോൺഫറൻസിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു മേജർ ഡിപ്ലോമസി ഫെയിലിയർ ആയിട്ട് കണ്ടിട്ട് ഹിറ്റ്ലറുടെ അഗ്രീഷൻ കൂടുതൽ ബോൾഡാക്കി. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Munich Agreement was a treaty signed in 1938 between Germany, Britain, France, and Italy. Hitler had demanded the Sudetenland, an industrial region of Czechoslovakia with a large German population. Britain and France, following their policy of appeasement, agreed to give this territory to Germany to avoid war. Czechoslovakia and its ally, the Soviet Union, were not invited to the conference. This agreement is seen as a major failure of diplomacy that emboldened Hitler's aggression. Question. Name the two military alliances of the Second World War. Second World Warലുള്ള രണ്ട് military alliancesനെ കുറിച്ച് നെയിം ചെയ്യാം. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ വന്നിട്ട് രണ്ട് മേജർ മിലിറ്ററി അലയൻസസ് തമ്മിലാണ് നടന്നത്. ഫസ്റ്റ് അലയൻസ് ആണ് ആക്സിസ് പവേഴ്സ്. ഇതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ജർമ്മനി, ഇറ്റലി, പിന്നെ ജപ്പാനാണ്. സെക്കൻഡ് അലയൻസിന് അലൈഡ് പവേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മെയിൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ, അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ചൈനയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Second World War was fought between two major military alliances. The first alliance was known as the Axis powers. The main members of the Axis powers were Germany, Italy, and Japan. The second alliance was known as the Allied powers. The main members of the Allied powers were Great Britain, France, Soviet Union, the United States, and China. Question. What is the United Nations Organization? United Nations Organization അല്ലെങ്കിൽ UNO പറഞ്ഞാൽ എന്താണ്? യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഫോം ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. ഇത് വന്നിട്ട് 24 ഒക്ടോബർ 1945 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ പീസും സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ്. അതോടൊപ്പം തന്നെ നേഷൻസ് തമ്മിൽ ഫ്രണ്ട്ലി റിലേഷൻസ് പ്രൊമോട്ട് ചെയ്യുക എന്നതാണ്. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The United Nations Organization is an international organization formed after the Second World War. It was established on October 24, 1945. Its main purpose is to maintain international peace and security. It also aims to promote friendly relations among nations and encourage respect for human rights. The UNO was created to prevent future global conflicts like the world wars. Question. What was the non-aligned movement? Non-aligned movement പറഞ്ഞാൽ എന്താണ്? നോൺ അലൈൻഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ NAM എന്ന് പറയുന്നത് കോൾഡ് വാർ സമയത്ത് ഫോം ചെയ്തൊരു മൂവ്മെന്റ് ആണ്. വേൾഡ് വന്നിട്ട് ആ സമയത്ത് രണ്ട് മേജർ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും അതുപോലെ സോഷ്യലിസ്റ്റ് ബ്ലോക്കും. ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് വന്നിട്ട് USA ആണ് ലീഡ് ചെയ്തത്. അതേസമയം സോഷ്യലിസ്റ്റ് ബ്ലോക്ക് വന്നിട്ട് സോവിയറ്റ് യൂണിയൻ ആണ് ലീഡ് ചെയ്തത്. ഇപ്പോൾ ഏഷ്യ, ആഫ്രിക്ക പോലെയുള്ള പുതിയതായിട്ടുള്ള ഇൻഡിപെൻഡന്റ് കൺട്രീസ് വന്നിട്ട് ഈ രണ്ട് ബ്ലോക്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടില്ല. അപ്പോൾ അവർ ഫോം ചെയ്തതാണ് നോൺ അലൈൻഡ് മൂവ്മെന്റ്. ഇപ്പോൾ ഇവരെന്തിനാ ഇത് ഫോം ചെയ്തു വെച്ചാൽ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടും അതുപോലെ ന്യൂട്രൽ ആയിട്ടും റിമെയിൻ ചെയ്യാനാണ് ഇത് ഫോം ചെയ്തത്. അതുമാത്രമല്ല അവർ പീസും അതുപോലെ നേഷൻസിൻ്റെ ഇടയിലുള്ള കോപ്പറേഷനൊക്കെയാണ് പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The non-aligned movement NAM was formed during the Cold War. The world was divided into two major blocks, the capitalist bloc led by the USA and the socialist bloc led by the Soviet Union. Many newly independent countries in Asia and Africa did not want to join either side. They formed the non-aligned movement to remain independent and neutral in the Cold War rivalry. They promoted peace and cooperation among nations instead of joining military alliances. Subscribe to this channel for more videos like this. Question. What was the triangular trade? Triangular trade എന്തായിരുന്നു? ട്രയാങ്കുലർ ട്രേഡ് പറയുന്നത് ട്രേഡ് സിസ്റ്റം ആയിരുന്നു. ഇത് ഡെവലപ്പ് ചെയ്ത് യൂറോപ്യൻസ് ആണ്. ഇത് 3 കോണ്ടിനെന്റ്സിനെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കോണ്ടിനെന്റ്സ് എന്ന് പറയുന്നത് യൂറോപ്പ്, ആഫ്രിക്ക ആൻഡ് അമേരിക്കാസ് ആണ്. അപ്പോൾ യൂറോപ്പിൽ നിന്നുള്ള ഗുഡ്സ് വന്നിട്ട് ആഫ്രിക്കയിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എൻസ്ലേവ്ഡ് പീപ്പിളിനെ എക്സ്ചേഞ്ച് ആയിട്ട് യൂറോപ്പ് കൊണ്ടുവരും. ഈ എൻസ്ലേവ്ഡ് ആഫ്രിക്കൻസിനെ അമേരിക്കയിൽ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി അവരെ വിൽക്കും. പിന്നീട് അമേരിക്കയിൽ നിന്നുള്ള ഷുഗർ, കോട്ടൺ, ടൊബാക്കോ പോലെയുള്ള റോ മെറ്റീരിയൽസ് യൂറോപ്പിൽ കൊണ്ടുവന്നിട്ട് പ്രോഫിറ്റിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം.
The triangular trade was a trade system developed by Europeans that connect 3 continents. It linked Europe, Africa, and the Americas. Goods from Europe were taken to Africa and exchanged for enslaved people. These enslaved Africans were then transported to the Americas and sold. Finally, raw materials like sugar, cotton, and tobacco from the Americas were shipped back to Europe to be sold for profit. Question. Explain the Pan-Slav and Pan-German movements. Pan-Slav Pan-German movements നെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. പാൻ-സ്ലാവും പാൻ-ജർമ്മൻ മൂവ്മെന്റ്സും വന്നിട്ട് ഫസ്റ്റ് വേൾഡ് വാറിന് മുമ്പ് യൂറോപ്പിൽ ഗ്രോ ചെയ്ത ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റ്സുകളാണ്. അപ്പോൾ പാൻ-സ്ലാവ് മൂവ്മെന്റ് വന്നിട്ട് റഷ്യയുടെ സപ്പോർട്ടോട് കൂടി സെർബിയാണ് ലീഡ് ചെയ്തത്. ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഈസ്റ്റേൺ യൂറോപ്പിലുള്ള എല്ലാ സ്ലേവിക് പീപ്പിളിനെയും യുണൈറ്റ് ചെയ്യുക എന്നതാണ്. പാൻ ജർമ്മൻ മൂവ്മെന്റ് വന്നിട്ട് ജർമ്മനിയാണ് ലെഡ് ചെയ്തത്. ഇതിന്റെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജർമ്മനിക് പീപ്പിളിനെയും യുണൈറ്റ് ചെയ്യുക എന്നാണ്. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. These were extreme nationalist movements that grew in Europe before the First World War. The Pan-Slav movement, led by Serbia and supported by Russia, aimed to unite all Slavic people in Eastern Europe. The Pan-German movement, led by Germany, aimed to unite all Teutonic or Germanic people. It sought to expand German influence into Central Europe and the Balkans. These movements increased tensions and contributed to the rivalry between nations. Question. What was the Cold War? Cold War എന്തായിരുന്നു? ഇപ്പോൾ കോൾഡ് വാർ എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായിട്ടുള്ള ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് പീരീഡ് ആയിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് രണ്ട് പുതിയ സൂപ്പർ പവേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് ആയിരുന്നു. അതായത് ക്യാപിറ്റലിസ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതുപോലെ സോഷ്യലിസ്റ്റ് സോവിയറ്റ് യൂണിയൻ തമ്മിലുള്ള ഫൈറ്റ് ആയിരുന്നു. അപ്പോൾ ഈ രണ്ട് കൺട്രീസും ലോകം മുഴുവനും അവരുടെ പൊളിറ്റിക്കലും എക്കണോമിക് സിസ്റ്റംസും സ്പ്രെഡ് ചെയ്യാനായിരുന്നു ട്രൈ ചെയ്തത്. ഇപ്പോൾ ഈ കോൾഡ് വാർ വന്നിട്ട് ഏകദേശം 45 വർഷത്തോളം ലാസ്റ്റ് ചെയ്ത് നിന്നു. പിന്നെ ഇത് എൻഡ് ചെയ്തത് 1991 സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷനോട് കൂടിയായിരുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Cold War was a period of intense ideological conflict after the Second World War. It was a confrontation between the two new superpowers, the capitalist United States and the socialist Soviet Union. It was not a direct hot war with fighting between the two, but a struggle for global influence. Both countries tried to spread their political and economic systems throughout the world. The Cold War lasted for about 45 years and ended with the disintegration of the Soviet Union in 1991. Question. Explain the concept of finance capitalism. ഫിനാൻസ് ക്യാപിറ്റലിസത്തിന്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫിനാൻസ് ക്യാപിറ്റലിസം വന്നിട്ട് ക്യാപിറ്റലിസം ഡെവലപ്മെന്റിൽ വരുന്ന ലേറ്റസ്റ്റ് സ്റ്റേജ് ആണ്. ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ വന്നിട്ട് ഇൻഷുറൻസ് കമ്പനീസ്, ബാങ്ക്സ്, സ്റ്റോക്ക് മാർക്കറ്റ്സ് പോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എക്കണോമിയിൽ ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കാതെ ഈ ഫിനാൻഷ്യൽ എക്സ്ചേഞ്ചിലൂടെ കിട്ടുന്ന പ്രോഫിറ്റിനായിരുന്നു അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് ലാർജ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒക്കെ ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കൺട്രീസിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Finance capitalism is the latest stage in the development of capitalism. In this system, financial institutions like banks, insurance companies, and the stock markets play the most important role in the economy. Making profits from financial exchanges become more important than industrial production. Large multinational corporations invest capital in different countries to make huge profits. This system allows wealth to be accumulated without necessarily creating new products or technology. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.